അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നാഷണലിസം ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിലെ സെക്കൻഡ് പാർട്ടായ ടുവേർഡ്സ് സിവിൽ ഡിസൊബീഡിയൻസ് മുതലുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ അതിലേക്ക് നോക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. In February 1922, Mahatma Gandhi decided to withdraw the non-cooperation movement. He felt the movement was turning violent in many places and satyagrahis needed to be properly trained before they would be ready for mass struggles. Within the Congress, some leaders were by now tired of mass struggles and wanted to participate in elections to the provincial councils that had been set up by the Government of India Act of 1990. They felt that it was important to oppose British policies within the council, argue for reform, and also demonstrate that these councils were not truly democratic. C.R. Das and Motilal Nehru formed the Swaraj Party within the Congress to argue for a return to council politics, but young leaders like Jawaharlal Nehru and Subhash Chandra Bose pressed for more radical mass agitation and for full independence. ഇപ്പോൾ എന്താണ്, ഫെബ്രുവരി 1922 നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് വിഡ്രോ ചെയ്യാൻ മഹാത്മാഗാന്ധി തീരുമാനിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പല സ്ഥലങ്ങളിലും ഇത് വയലൻറ്റ് അറ്റാക്കുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൽ സത്യാഗ്രഹീസിനെ യഥാർത്ഥത്തിൽ എന്താണ് ഈ മാസ് സ്ട്രഗിൾ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് അവർ വയലൻറ്റ് അറ്റാക്കുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൽ ദുഃഖിച്ചാണ് മഹാത്മാഗാന്ധി നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് കോൺഗ്രസിനുള്ളിൽ തന്നെ ഈ മാസ് സ്ട്രഗിൾസ് കാരണം പലരും ടയേർഡായി. അവർ ഇലക്ഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. പ്രൊവിൻഷ്യൽ കൗൺസിലിൽ, അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 പ്രകാരം രൂപപ്പെട്ട പ്രൊവിൻഷ്യൽ കൗൺസിലുകളിൽ എലക്ട് ചെയ്യപ്പെട്ട് അവരുടെ ഒപ്പോസിഷൻ അവിടെ അറിയിക്കണമെന്ന് കൗൺസിൽസ് ഡെമോക്രാറ്റിക് അല്ല, അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂസൊക്കെ അവിടെ റൈസ് ചെയ്യണമെന്നാണ് ഒരു വിഭാഗത്തിൻ്റെ ആവശ്യം. അതിൻ്റെ ഭാഗമായിട്ട് C.R. ദാസും മോട്ടിലാൽ നെഹ്റുവിനെ ചേർന്ന് കോൺഗ്രസിനുള്ളിൽ തന്നെ സ്വരാജ് പാർട്ടി എന്നൊരു പാർട്ടി രൂപീകരിക്കുകയാണ്. കൗൺസിൽ പൊളിറ്റിക്സിൽ പങ്കെടുക്കണം, റിട്ടേൺ ചെയ്യണമെന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. പക്ഷേ യങ് ലീഡേഴ്സ് ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്ര ബോസും പോലുള്ള യങ് ലീഡേഴ്സ് എന്താണ്, കൂടുതൽ റാഡിക്കൽ മാസ് അജിറ്റേഷനിലേക്ക് അതുപോലെ തന്നെ ഫുൾ ഇൻഡിപെൻഡൻസിലേക്കുള്ള അവരുടെ ആവശ്യം ഉന്നയിച്ചു. In such a situation of internal debate and dissension, two factors again shaped Indian politics toward the late 1920s. The first was the effect of the worldwide economic depression. Agricultural prices began to fall from 1926 and collapsed after 1930 as the demand for agricultural goods fell and exports declined. Peasants found it difficulty to sell their harvest and pay their revenue. By 1930, the countryside was in turmoil. ഇപ്പോൾ 1920 ഈ ഇൻറ്റേർണൽ ഡിബേറ്റിൻ്റെ സമയത്ത് തന്നെ രണ്ട് എഫക്ട്സ് ഉണ്ടാവുകയാണ്. ഒന്ന് എന്താണ്, വേൾഡ് വൈഡ് എക്കണോമിക് ഡിപ്രഷൻ ഉണ്ടാവുകയാണ്. അഗ്രികൾച്ചറൽ പ്രൈസ് ഫോൾ ചെയ്യാണ്, താഴുകയാണ്. 1926 മുതൽ താഴ്ന്നു തുടങ്ങി. 1930 ആയപ്പോൾ അവ കംപ്ലീറ്റ് ആയിട്ട് നിലംപരിശാവുകയാണ്. അപ്പോൾ അഗ്രികൾച്ചറൽ ഗുഡ്സ് ആൻഡ് എക്സ്പോർട്സ് ഡിക്ലൈൻ. അപ്പോൾ എന്താണ്, ഡിമാൻഡ് അവരുടെ അഗ്രികൾച്ചർ ഗുഡ്സിൻ്റെയും അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പോർട്ടിൻ്റെയൊക്കെ ഡിമാൻഡ് ഇടിയുകയാണ്. ഇപ്പോൾ എന്താണ്, ഈ പെസൻസിന് കൂടുതൽ ബുദ്ധിമുട്ടായി. കാരണം അവർക്ക് ഈ വിളവെടുത്ത സാധനങ്ങൾ വിൽക്കാനോ അതുപോലെ തന്നെ ആ റവന്യൂ അടയ്ക്കാനോ ഒന്നും പറ്റാതെയായി. അപ്പോൾ ഈ സമയത്ത്, അതായത് 1930 ആയപ്പോൾ ഈ കൺട്രി സൈഡ് അല്ലെങ്കിൽ ഗ്രാമീണ പ്രദേശങ്ങൾ മുഴുവൻ ദുരിതത്തിലായി. Against this background, the new Tory government in Britain constituted a statutory commission under Sir John Simon, set up in response to the nationalist movement. The commission was to look into the functioning of the constitutional system in India and suggest changes. The problem was that the commission did not have a single Indian member. They were all British. അപ്പോൾ എന്താണ്, അപ്പോൾ ഈ സമയത്ത് ബ്രിട്ടനിൽ ഒരു ഗവൺമെൻറ്, ടോറി ഗവൺമെൻറ് അധികാരത്തിൽ ഏൽക്കുകയാണ്. അപ്പോൾ അവരൊരു സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷനെ നിയമിക്കുകയാണ്. ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസിസിലാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ സിസ്റ്റത്തിനെയൊക്കെ പറ്റി അനലൈസ് ചെയ്യാനും ചേഞ്ചസ് സജസ്റ്റ് ചെയ്യാനും വേണ്ടി ഒരു കമ്മീഷനെ നിയമിക്കുകയാണ്. ഈ കമ്മീഷൻ സർ ജോൺ സൈമണിൻ്റെ അണ്ടറിലായതുകൊണ്ട് സൈമൺ കമ്മീഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിന് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. കാരണം ഒരൊറ്റ ഇന്ത്യൻ മെമ്പർ പോലും ഈ കമ്മീഷനകത്ത് ഉൾപ്പെട്ടിട്ടില്ലായിരുന്നു. എല്ലാവരും ബ്രിട്ടീഷുകാരായിരുന്നു. When the Simon Commission arrived in India 1928, it was greeted with the slogan, "Go back Simon." All parties, including Congress and the Muslim League, participated in the demonstrations. In an effort to win them over, the Viceroy Lord Irwin announced in October 1929 a vague offer of dominion status for India in an unspecified future, and a roundtable conference to discuss a future constitution.
This did not satisfy the Congress leaders. The radical within the Congress, led by Jawaharlal Nehru and Subhash Chandra Bose, become more assertive. The liberals and moderates, who were proposing a constitutional system within the framework of British dominion, gradually lost their influence. In December 1929, under the presidency of Jawaharlal Nehru, the Lahore Commission formalized the demand of Purna Swaraj, or full independence for India. It was declared that 26 January 1913 would be celebrated as the Independence Day, when the people were to take a pledge to struggle for complete independence. But the celebration attracted very little attention, so Mahatma Gandhi had to find a way to relate this abstract idea of freedom to more concrete issues of everyday life. അപ്പോൾ എന്താണ്, അപ്പോൾ ഈ സൈമൺ കമ്മീഷനെതിരെ സൈമൺ ഇന്ത്യയിൽ കാലുകുത്തിയപ്പോൾ തന്നെ എല്ലാ പാർട്ടീസും സൈമൺ ഗോ ബാക്ക് എന്ന് പറയുന്ന മുദ്രാവാക്യമായിട്ടാണ് അദ്ദേഹത്തിന് വരവേറ്റത്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് ലോർഡ് ഇർവിൻ അന്നത്തെ വൈസ്രോയി എന്ത് ചെയ്യണം, ഒക്ടോബർ 1929 ഒരു ഓഫർ മുന്നോട്ട് വയ്ക്കുകയാണ്. ഡൊമീനിയൻ സ്റ്റാറ്റസ് ഇന്ത്യക്ക് നൽകാം, പക്ഷെ അതൊന്നും നൽകുമെന്നും പറയുന്നില്ല. അതുപോലെ തന്നെ വട്ടമേശ സമ്മേളനത്തിനൊക്കെ വിളിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും ഒരുപാട് കോൺഗ്രസ് നേതാക്കളെയൊന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ കോൺഗ്രസ്സിന് ഉൾപ്പെടുന്ന കോൺഗ്രസിനകത്തെ റാഡിക്കൽസായ ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്ര ബോസും പോലുള്ളവർ ഇതിനൊന്നും താല്പര്യപ്പെട്ടിരുന്നില്ല. അപ്പോൾ അതിനുശേഷം ലിബറൽസിൻ്റെയും കോൺഗ്രസിന് ഉള്ളിനകത്തെ ലിബറൽസിൻ്റെയും മോഡറേറ്റ്സിൻ്റെയൊക്കെ സൗണ്ട് ഇല്ലാതാവുകയാണ്. അങ്ങനെ ഡിസംബർ 1929 ലാഹോർ കോൺഗ്രസ് സെക്ഷനിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ലാഹോർ കോൺഗ്രസ് സെക്ഷനിൽ എന്ത് ചെയ്യുകയാണ്, പൂർണ്ണ സ്വരാജാണ് ഇന്ത്യയുടെ ആവശ്യമെന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ജനുവരി 26, 1930 ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ആഘോഷിക്കാൻ അവർ തീരുമാനിക്കുകയാണ്. പക്ഷേ ഈ സെലിബ്രേഷനൊന്നും അധികം വരെ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ സഹായിച്ചില്ല. അങ്ങനെ മഹാത്മാഗാന്ധി തീരുമാനിക്കണം എന്താണ്, ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഐഡിയ ജനങ്ങളുടെ എവറിഡേ ലൈഫ് നിത്യജീവിതത്തിലെ ആവശ്യകതയുമായിട്ട് കൂട്ടി പറഞ്ഞ് ജനങ്ങളിലേക്ക് എത്തിക്കുക. ദ സാൾട്ട് മാർച്ച് ആൻഡ് ദ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്, അങ്ങനെയാണ് സോൾട്ട് മാർച്ചും അതുപോലെ തന്നെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. മഹാത്മാഗാന്ധി ഫൗണ്ട് in salt a powerful symbol that could unite the nation. On 31st January 1930, he sent a letter to Viceroy Irwin stating 11 demands. Some of these were general interest, others were specific demands of different classes and industrialized to peasants. The idea was to make the demands wide-ranging, so that all classes within Indian society could identify with them and everyone could be brought together in a united campaign. The most stirring of all was the demand to abolish the salt tax. Salt was something consumed by the rich and the poor alike, and it was one of the most essential items of food. The tax on salt and the government monopoly over its production, Mahatma Gandhi declared, revealed the most oppressive phase of the British rule. അങ്ങനെ ജനുവരി 31, 1930 മഹാത്മാഗാന്ധി അന്നത്തെ വൈസ്രോയി ഇർവിന് ഒരു കത്ത് അയക്കുകയാണ്. അതിനകത്ത് 11 ഡിമാൻഡ്സ് അദ്ദേഹം പറയുന്നുണ്ട്. ചിലതൊക്കെ ജനറൽ ആവശ്യങ്ങളായിരുന്നെങ്കിൽ മറ്റു ചിലതൊക്കെ എന്താണ്, എല്ലാ ക്ലാസ്സിലും പെട്ട ജനങ്ങളുടെ ആവശ്യങ്ങളായിരുന്നു. അപ്പോൾ ഇൻഡസ്ട്രിയലിസ്റ്റ് മുതൽ പെസൻസിന് വരെയുള്ള ആവശ്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കാരണം എല്ലാവരുടെയും അറ്റൻഷൻ സ്വാതന്ത്ര്യത്തിലേക്ക് അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ആവശ്യകതയിലേക്ക് വരുമെന്നായി. അങ്ങനെ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നായിരുന്നു സോൾട്ട് ടാക്സ് അബോളിഷ് ചെയ്യണമെന്ന് പറഞ്ഞ് ഉള്ളത്. അപ്പോൾ പണക്കാരനായാലും ശരി പാവപ്പെട്ടവനായാലും ശരി എല്ലാവരും കൺസ്യൂം ചെയ്യുന്ന ഒന്നാണ് സോൾട്ട്. അതുകൊണ്ട് ഫുഡിലെ ഒരു എസൻഷ്യൽ ഐറ്റം ആയതുകൊണ്ട് ഇത് എല്ലാവരുടെയും അറ്റൻഷൻ പിടിച്ചു പറ്റി. അതുവഴി എന്താണ്, ഗവൺമെൻറ്റും ഈ സോൾട്ട് പ്രൊഡക്ഷൻ്റെ മൊണോപ്പൊളി ഏറ്റെടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ മഹാത്മാഗാന്ധി ഡിക്ലെയർ ചെയ്യുകയും റിവീൽ ചെയ്യുകയും ചെയ്തു. ഈ ഒപ്രസീവ് ഫേസ്, ബ്രിട്ടീഷ് റൂളിൻ്റെ ഒപ്രസീവ് ഫേസ് ജനങ്ങൾക്കെല്ലാം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. Mahatma-Gandhi's letter was, in a way, an ultimatum. If the demands were not fulfilled by 11 March, the letter stated the Congress should launch a civil disobedience campaign. Irwin was unwilling to negotiate, so Mahatma Gandhi started his famous Salt March, accompanied by 78 of his trusted volunteers. The march was over 240 miles from Gandhi's ashram in Sabarmati to the Gujarati coastal town of Dundee. The volunteers walked for 24 days, about 10 miles a day. Thousands came to hear Mahatma Gandhi wherever he stopped, and he told them what he meant by Swaraj and urged them to peacefully defy the British. On 6th April, he reached Dundee and ceremonially violated the law manufacturing salt by boiling seawater. അപ്പോൾ എന്താണ്, മഹാത്മാഗാന്ധി ലെറ്റർ പറഞ്ഞിട്ടുണ്ട്, ഇതിനോടായിട്ടും പറഞ്ഞിട്ടുണ്ട്, മാർച്ച് 11 ഇത് ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ കോൺഗ്രസ് എന്ത് ചെയ്യും, സിവിൽ ഡിസൊബീഡിയൻസ് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇർവിൻ നെഗോഷിയേറ്റ്
അക്സെപ്റ്റബിൾ അല്ലായിരുന്നത്. അയാൾക്ക് ഒത്തുതീർപ്പിനൊന്നും സമ്മതമല്ലായിരുന്നു. അങ്ങനെ മഹാത്മാഗാന്ധി എന്ത് ചെയ്യുകയാണ്, ഇർവിൻ്റെ ഈ ഒത്തുതീർപ്പിന് സമ്മതമില്ലാത്തതും അതുപോലെ തന്നെ ഈ ഇർവിൻ ഈ നയങ്ങളൊന്നും അംഗീകരിക്കാത്തതും കാരണം മഹാത്മാഗാന്ധി എന്ത് ചെയ്യാണ്, തൻ്റെ ഫേമസ് ആയ സോൾട്ട് മാർച്ച് നടത്തുകയാണ്, ഉപ്പ് സത്യാഗ്രഹം നടത്തുകയാണ്. 78 വോളണ്ടിയേഴ്സിൻ്റെയോടൊപ്പം അദ്ദേഹം തൻ്റെ സബർമതിയിലെ ആശ്രമത്തിൽ നിന്നും 240 മൈൽസ് അപ്പുറത്തുള്ള ഗുജറാത്തിലെ ഒരു കോസ്റ്റൽ ടൗണായ ദണ്ഡിയിലേക്കാണ് ഈ മാർച്ച് നടത്തുന്നത്. അപ്പോൾ ഈ വോളണ്ടിയേഴ്സ് എല്ലാവരും 24 ദിവസം അവിടേക്ക് നടന്നു. ഏകദേശം 10 മൈൽ വെച്ച് ഒരു ദിവസം നടന്നാണ് അവിടെ എത്തിയത്. ഈ ഗാന്ധിജി ഓരോ ദിവസം സ്റ്റോപ്പ് ചെയ്യുന്നിടത്തും ഒരുപാട് ആൾക്കാർ, തൗസൻഡ്സ് ഓഫ് ആൾക്കാർ എന്തിനാണ് വരുന്നത്, ഗാന്ധിജിയെ കാണാനും അദ്ദേഹത്തിനോട് സംസാരിക്കാനൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അവസാനം ഏപ്രിൽ 6-ാം തീയതി ദണ്ഡിയിലെത്തിയ അദ്ദേഹം സോൾട്ട് വാട്ടർ ബോയിൽ ചെയ്ത് ആ നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കിയാണ്. This marked the beginning of the civil disobedience movement. How was this movement different from the non-cooperation movement? People were now asked not only to refuse cooperation with the British as they had done in 1921-22, but also to break colonial laws. Thousands in different parts of the country broke the salt law, manufactured salt and demonstrated in front of the government salt factories. As the movement spread, foreign cloth was boycotted, the liquor shops were picketed, peasants refused to pay revenue and the chowkidari taxes, village officials resigned, and in many places forest people violate forest law, go into the reserve forest to collect wood and graze cattle. ഈ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റും നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിൽ ജനങ്ങളടുത്ത് കോപ്പറേഷൻ റെഫ്യൂസ് ചെയ്യാൻ മാത്രമല്ല പറയുന്നത്, അതുപോലെ തന്നെ ലോസ് ബ്രേക്ക് ചെയ്യാനും പറയുന്നുണ്ട്, കൊളോണിയൽ ലോസ് ബ്രേക്ക് ചെയ്യാനും പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഒരുപാട് പ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് ആൾക്കാർ എന്ത് ചെയ്യാണ്, സ്വയം ഉപ്പുണ്ടാക്കി ഗവൺമെൻറ് സോൾട്ട് ഫാക്ടറീസിൻ്റെ മുമ്പിലൊക്കെ പ്രദർശിപ്പിക്കുകയാണ്. ഈ മൂവ്മെൻറ്റ് സ്പ്രെഡ് ചെയ്യുന്ന വഴി ഫോറിൻ ക്ലോത്ത്സൊക്കെ ബോയ്ക്കോട്ട് ചെയ്യുകയാണ്, ലിക്കർ ഷോപ്സൊക്കെ പിക്കറ്റ് ചെയ്യുകയാണ്, പെസൻസ് റവന്യൂ അടയ്ക്കാതായി, വില്ലേജ് ഓഫീഷ്യൽസൊക്കെ റിസൈൻ ചെയ്യുകയാണ്. അങ്ങനെ ഫോറസ്റ്റ് പീപ്പിൾ എന്ത് ചെയ്യാണ്, ഫോറസ്റ്റ് ലോസൊക്കെ വയലേറ്റ് ചെയ്ത് ഫോറസ്റ്റിനകത്ത് കയറി വുഡും കാറ്റലിനെയൊക്കെ ഗ്രേസ് ചെയ്യുകയാണ്. Worried by the developments, the colonial government began arresting the Congress leaders one by one. This led to violent clashes in many places. When Abdul Ghaffar Khan, a devout disciple of Mahatma Gandhi, was arrested in April 2030, an angry crowd demonstrated in the streets of Peshawar, facing armored cars and police firing. Many were killed. A month later, when Mahatma Gandhi himself was arrested, industrial workers in Sholapur attacked police posts, municipal buildings, law courts, and railway stations, all structures that symbolized British rule. A frightened government responded with a policy of brutal repression. Peaceful satyagrahis were attacked, women and children were beaten, and about 1 lakh people were arrested. എന്താണ് ഈ ഡെവലപ്മെൻറ്റ്സിലൊക്കെ പേടിച്ച് കൊളോണിയൽ ഗവൺമെൻറ് എന്തിയാണ്, ഓരോ കോൺഗ്രസ് നേതാവിനെ ഓരോന്നോരോന്നായി അറസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അബ്ദുൾ ഗാഫർ ഖാനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഏപ്രിൽ 1930 ഒരുപാട് അറ്റാക്ക് ഉണ്ടാവുകയാണ്, പെഷ്വാറിലൊക്കെ ഒരുപാട് ഫൈറ്റ്സ് ഒക്കെ ഉണ്ടാവുകയാണ്. അതിനുശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ മഹാത്മാഗാന്ധി അറസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഷോലാപൂരിലെ വർക്കേഴ്സ് എല്ലാം പോലീസ് പോസ്റ്റൊക്കെ അടിച്ചു തകർക്കുകയാണ്, മുനിസിപ്പൽ ബിൽഡിങ്ങും ലോ കോഡ്സും എല്ലാം ബ്രിട്ടീഷ് റൂളിൻ്റെ സിംബലൈസ് ചെയ്യുന്ന എല്ലാം നശിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഗവൺമെൻറ് ഈ ഗവൺമെൻറ് പേടിച്ച് തിരിച്ച് അവരെ അറ്റാക്ക് ചെയ്യുകയാണ്. അങ്ങനെ ഏകദേശം 1 ലക്ഷത്തോളം ആൾക്കാരെ അറസ്റ്റ് ചെയ്യുകയാണ്, ഒരുപാട് പേരെ അറ്റാക്ക് ചെയ്യുകയാണ്, ബീറ്റ് ചെയ്യുകയാണ്, ഇതൊക്കെ ചെയ്യുകയാണ്. In such a situation, Mahatma Gandhi once again decided to call off the movement and entered into a pact with Irvin on 5th March 1931. By this Gandhi-Irvin Pact, Gandhiji consented to participate in the Round Table Conference, the conference that had boycotted the first Round Table Conference in London, and the government agreed to release the political prisoners. In December 1931, Gandhi went to London for the conference, but the negotiations broke down and he returned disappointed. Back in India, he discovered that the government had begun a new cycle of repression. Ghaffar Khan and Jawaharlal Nehru were both in jail. The Congress had been declared illegal, and a series of measures had been imposed to prevent the meetings, demonstrations, and boycotts. With great apprehension, Mahatma Gandhi relaunched the civil disobedience movement. For over a year, the movement continued, but by 1934, it lost its momentum. എന്താണ് അങ്ങനെ ഒരു സമയത്ത് വീണ്ടും ഇത്രയും ദുരിതങ്ങളൊക്കെ ഉണ്ടായി, ജനങ്ങൾക്ക് ഇത്രയും ദുരിതങ്ങളുണ്ടായെന്ന് തിരിച്ചറിഞ്ഞ ഗാന്ധി മൂവ്മെൻറ്റ് കോൾ ഓഫ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഒരു പാക്റ്റ് ഇർവിനുമായിട്ട് ഉണ്ടാവുകയാണ്. 5 മാർച്ച് 1931 ഗാന്ധി ഇർവിൻ പാക്റ്റ് പ്രകാരം
ഗാന്ധി വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ ലണ്ടനിൽ പോവുകയാണ്. ഡിസംബർ 1931 വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. പക്ഷേ അവരൊന്നും അംഗീകരിച്ചില്ല. നിരാശനായി തിരിച്ചു വരികയാണ്. ഇന്ത്യയിൽ വന്നപ്പോൾ വീണ്ടും ഒരു തരം റിപ്രഷൻ ഉണ്ടാകുന്ന അവിടെ കണ്ടു. ഗാഫർ ഖാനും ജവഹർലാൽ നെഹ്റു ഒക്കെ അപ്പോൾ ജയിലിലായിരുന്നു. കോൺഗ്രസ് അപ്പോൾ നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഈ കോൺഗ്രസിൻ്റെ മീറ്റിങ്ങും ഡെമോൺസ്ട്രേഷനും ബോയ്ക്കോട്ടും ഒക്കെ നടക്കാതിരിക്കാൻ ഒരുപാട് മെഷേഴ്സ് അവരെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗാന്ധിജി വീണ്ടും സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു വർഷത്തിന് ശേഷം. പക്ഷേ 1934 ആയപ്പോഴത്തേക്കും ആ മൂവ്മെൻറ്റ് നഷ്ടപ്പെടുകയാണ്. ഹൗ പാർട്ടിസിപ്പൻസ് സോ ദ മൂവ്മെൻറ്റ്. In a countryside, rich peasants communities like Pachidas of Gujarat and the Jats of Uttar Pradesh were active in the movement. Being producers of commercial crops, they were very hard hit by the trade depression of falling prices. As their cash income disappeared, they found it impossible to pay the government's revenue demand. And the refusal of the government to reduce the revenue demand led to widespread resentment. These rich peasants became enthusiastic supporters of the civil disobedience movement to participate in the boycott programs. For them, the fight for Swaraj was struggle against high revenues, but they were deeply disappointed when the movement was called off in 1931 without the revenue rates being revised. So when the participant was started in 1932, many of them refused to participate. അങ്ങനെ കൺട്രി സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ റിച്ച് പേഴ്സൺ കമ്മ്യൂണിറ്റിയായ ഗുജറാത്തിലെ പച്ചിഡാസും ഉത്തർപ്രദേശിലെ ജാൾസും ഒക്കെ വളരെ ആക്റ്റീവായിരുന്നു ഈ മൂവ്മെൻറ്റിൽ. ഇപ്പോൾ അവർ കൊമേഴ്ഷ്യൽ ക്രോപ്സിൻ്റെ പ്രൊഡ്യൂസേഴ്സ് എന്ന നിലയ്ക്ക് ഈ ട്രേഡ് ഡിപ്രഷൻ കാരണമോ ഫോളിംഗ് പ്രൈസസ് കാരണം അവർക്ക് അവരുടെ ക്യാഷ് ഇൻകം ഒക്കെ നഷ്ടപ്പെട്ട് വരികയാണ്. അപ്പോൾ ഉയർന്ന ഗവൺമെൻറ് റവന്യൂ അവർക്ക് അടയ്ക്കണം. അങ്ങനെ വന്നപ്പോൾ അവർ ഈ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിൽ പങ്കുചേരുകയാണ്. പക്ഷേ അവർ ഈ ബോയ്ക്കോട്ട് പ്രോഗ്രാംസൊക്കെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുകയാണ്. പക്ഷേ 1931 ഈ റവന്യൂ റേറ്റ്സ് റിവൈസ് ചെയ്യാതെ തന്നെ ഈ മൂവ്മെൻറ്റ് കോൾ ഓഫ് ചെയ്തത് വഴി അവർ നിരാശരാകുകയാണ്. പിന്നീട് 1932 ഈ മൂവ്മെൻറ്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവർ പങ്കെടുക്കാതിരിക്കുകയാണ്. The poorer peasantry were not just interested in the lowering of the revenue demand. Many of them were small tenants cultivating land they had rented from landlords. As the depression continued and cash incomes dwindled, the small tenants found it difficult to pay their rent. They wanted the unpaid rent to the landlord to be remitted. They joined a variety of radical movements, often led by socialists and communists. Apprehensive of raising issues that might upset the rich peasants and landlords, Congress was unwilling to support no rent campaign in most places. So the relationship between the poor peasants and the Congress remained uncertain. അപ്പോൾ എന്താണ്, പാവപ്പെട്ട കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലോവറിങ് റവന്യൂ ഡിമാൻഡ് അതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഈ കൊച്ചു കൊച്ചു കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലാൻഡ് ലോണിന് അവർക്ക് റെൻ്റ് അടയ്ക്കണമായിരുന്നു. അപ്പോൾ ഇങ്ങനെ വിളനാശമൊക്കെ സംഭവിക്കുന്ന സമയത്ത് അവർക്ക് അടയ്ക്കാൻ വയ്യാതായി. സോഷ്യലിസ്റ്റും കമ്മ്യൂണിസ്റ്റും ഒക്കെ അവരെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസ് അപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്യാൻ നോ റെൻ്റ് ക്യാമ്പയിന് പല സ്ഥലങ്ങളിലും അവർ സമ്മതിച്ചില്ല. അപ്പോൾ ഈ പൂർ പേഴ്സൺസും കോൺഗ്രസും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോഴും അൺസർട്ടനായിട്ട് നിലനിൽക്കുകയായിരുന്നു. What about the business classes? How did they relate to the civil disobedience movement? During the First World War, Indian merchants and industrialists had made huge profits and became powerful. Keen on expanding their business, they now reacted against colonial policies that restricted business activities. They wanted protection against imports and foreign goods, and a rupee sterling foreign exchange ratio that would discourage import. To organize business interests, they formed the Indian Industrial and Commercial Congress in 1920 and the Federation of the Indian Chamber of Commerce Industries in 1927, led by prominent industrialists like Purushottam Das, Thakur Das and G.D. Birla. The industrialists attacked colonial control over the Indian economy and supported civil disobedience movement when it was first launched. They gave financial assistance and refused to buy or sell imported goods. Most businessmen came to see Swaraj as a time when colonial restriction on business would no longer exist and trade and industry would flourish without constraints. But after the failure of Round Table Conference, business groups were no longer uniformly enthusiastic. They were apprehensive of the spread of militant activities and worried about prolonged disruption of business as well as of growing influence of the socialism among the younger members of Congress. ഇപ്പോൾ എന്താണ്, ബിസിനസ് ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരുപാട് ലാഭങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ പക്ഷേ അവരുടെ ഇപ്പോഴത്തെ ആവശ്യം എന്താണ്, ഈ കൊളോണിയൽ പോളിസീസിനെതിരെ അവർക്ക് റിയാക്ട് ചെയ്യണമായിരുന്നു. കാരണം അത് ബിസിനസ് ആക്ടിവിറ്റീസിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു, ഈ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് പങ്കെടുത്തു. അതുപോലെ തന്നെ അവർ ഒരുപാട് ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ കോൺഗ്രസ് 1920 ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് 1927
രൂപം കൊണ്ടു. അപ്പോൾ അവരുടെ പ്രൊമനൻറ്റ് ഇൻഡസ്ട്രീസായ പുരുഷോത്തമദാസ്, താക്കൂർ ദാസും അതുപോലെ തന്നെ GD ബിർളയുമായിരുന്നു അവരുടെ നേതാക്കൾ. അപ്പോൾ ഇവർ ഷെഡ്യൂൾഡ് ഡിസബിലിറ്റീൻസ് മൂവ്മെൻറ്റിനെ അംഗീകരിക്കുകയും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുകയും ബൈ യോർ സെൽ ഇമ്പോർട്ടൻറ്റ് ഗുഡ്സ്, അതായത് റെഫ്യൂസ് ചെയ്യും, വാങ്ങാനോ വിൽക്കാനോ, ഇമ്പോർട്ടൻറ്റ് ഗുഡ്സ് വാങ്ങാനോ വിൽക്കാനോ ഒക്കെ റെഫ്യൂസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ സ്വരാജ് എന്ന് പറയുന്നത് അവർക്ക് റെസ്ട്രിക്ഷൻ ഇല്ലാതെ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമായിരുന്നു. പക്ഷേ ഈ റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഫെയിൽ ആയതിനു ശേഷം അവർ പഴയ പോലെ എൻതൂസിയാസ്റ്റിക് ആയില്ല. അതുപോലെ തന്നെ ഈ സമയത്ത് കോൺഗ്രസ്സിലും ഈ സോഷ്യലിസം എമേർജ് ചെയ്തു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദ ഇൻഡസ്ട്രിയൽ വർക്കിംഗ് ക്ലാസ്സസ് ഡിഡ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് ഇൻ ലാർജ് നമ്പേഴ്സ് except in Nagpur region. As the industrial come closer to the Congress, workers stayed aloof. But in spite of that, some workers did participate in the civil disobedience movement, selectively adopting some of the ideas of the Gandhian program, like boycott of foreign goods, as part of their own movements against low wages and poor working condition. There were strikes by railway workers in 1930 and dock workers in 1932. In 1930, thousands of workers in Chota, Nagpur, tin mines wore Gandhi caps and participated in protest rallies and boycott campaigns. But the Congress was reluctant to include workers' demand as part of the program of struggle. It felt that this would alienate industrialists and divide the anti-imperial forces. അപ്പോൾ എന്താണ് ഇൻഡസ്ട്രിയൽ വർക്കിംഗ് ക്ലാസ്സസ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിലേക്ക് ലാർജ് നമ്പറായിട്ട് അധികം താല്പര്യം കാണിച്ചില്ല. കാരണം നാഗ്പൂർ റീജിയനിൽ വെച്ച് അധികം താല്പര്യം കാണിച്ചില്ല. കാരണം ഇൻഡസ്ട്രിയലിസ്റ്റ് കോൺഗ്രസ്സിലേക്ക് വരുന്നതോടുകൂടി വർക്കേഴ്സ് മാറി നിൽക്കുകയാണ്. അവർ കുറച്ച് വർക്കേഴ്സൊക്കെ ഈ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിന് താല്പര്യം കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് 1930 റെയിൽവേ വർക്കേഴ്സൊക്കെ ഡോക്ക് വർക്കേഴ്സൊക്കെ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരുപാട് പേര് ഈ ഛോട്ടാ നാഗ്പൂർ ടിൻ മൈൻസിൽ ഗാന്ധി ക്യാപ്പും വെയർ ചെയ്ത് സമരം നടത്തുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസും ഈ വർക്കേഴ്സിൻ്റെ ഡിമാൻഡിനെ ഇൻക്ലൂഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഒന്നാമത് അത് ഇൻഡസ്ട്രിയലിസ്റ്റിനെ എലിയനേറ്റ് ചെയ്യും, രണ്ടാമത് അത് ആ ഒരു ആൻറ്റി ഇമ്പീരിയൽ ഫോഴ്സസിനെ ഡിവൈഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. Another important feature of the civil disobedience movement was the large-scale participation of women. During Gandhi's Salt March, thousands of women came out of their homes to listen to him. They participated in protest marches, manufactured salt, and picketed foreign cloth and liquor shops. Many went to jail. In urban areas, these women were from high caste families. In rural areas, they came from rich peasant households moved by Gandhi's call. They began to see service to the nation as a sacred duty of women. Yet this increased public role did not necessarily mean by any radical change in the way of possession of women was visualized. Gandhi was convinced that the duty of women to look after home and hearth, be good mothers and good wives, and for a long time, the Congress was reluctant to allow women to hold any position of authority within the organization. It was keen only on their symbolic presence. അപ്പോൾ എന്താണ് വുമൻസും ഒരുപോലെ ഒരുപാട് ഈ ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവരെന്ത് ചെയ്യണം, അവർ പുറത്തേക്ക് വന്ന് ഗാന്ധിയെ കേൾക്കാനും അതുപോലെ തന്നെ സാൾട്ട് മാനുഫാക്ചർ ചെയ്യാനും ഫോറിൻ ക്ലോത്ത്സ് ഉപേക്ഷിക്കാനും ലിക്കർ ഷോപ്സൊക്കെ പിക്കറ്റ് ചെയ്യാനൊക്കെ സഹായിച്ചു. അപ്പോൾ അർബൻ ഏരിയയിലാണെങ്കിൽ ഇത് ഹൈ കാസ്റ്റ് ഫാമിലീസിലെ വുമനായിരുന്നു, റൂറലായിരുന്നെങ്കിൽ റിച്ച് പെസൻസിൻ്റെ ഹൗസിലെ വുമനായിരുന്നു. അപ്പോൾ വിമൻസ് അവർ സ്വയം മനസ്സിലാക്കി അവർ സേക്രഡ് ഡ്യൂട്ടി ഓഫ് വിമനാണ് എന്താണ് നാഷണൽ സർവീസ് ചെയ്യുക എന്നുള്ളതെന്ന് അവർ കരുതി. അതുപോലെ തന്നെ പക്ഷേ ഇതൊക്കെ ചെയ്തെങ്കിലും പബ്ലിക്കിൽ വിമൻസിൻ്റെ റോളൊന്നും അധികം മാറ്റമൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. എപ്പോഴും ഒരു ഗുഡ് മദർ അല്ലെങ്കിൽ ഗുഡ് വൈഫായിട്ട് കഴിയുക എന്നുള്ളതായിരുന്നു അവരുടെ ഡ്യൂട്ടി എന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ കോൺഗ്രസ്സിൽ നോക്കിയാലും ആദ്യമൊന്നും അവർ വിമൻസിന് പൊസിഷൻ നൽകാനൊന്നും അവർ തയ്യാറായിരുന്നില്ല. പിന്നീടാണ് അവർ തയ്യാറായി തുടങ്ങിയതെന്ന് നമുക്ക് മനസ്സിലാക്കാം. The limit of civil disobedience. Not all social groups were moved by the abstract concept of Swaraj. One such group of the nation's untouchables, who from around the 1930s had begun to call themselves Dalit or oppressed. For long, the Congress had ignored the Dalits for fear of offending the Sanatanis, the conservative high caste Hindus. But Mahatma Gandhi declared the Swaraj would not come for 100 years if untouchability was not eliminated. He called the untouchables Harijan, or the children of God, organized satyagraha to secure them entry into temples and assess the public wells, tanks, roads and schools. He himself cleaned toilets to dignify the work of Bhangi, the sweepers, and persuaded upper caste to change their heart and give up the sin of untouchability. But many Dalit leaders were keen on a different political solution to the problem of community. They began organizing themselves, demanding reserved seats in educational institutions and separate electorate that would choose Dalit members from our legislative council. Political empowerment, they believed, would resolve the problems of the social disabilities. Dalit participation in the civil disobedience movement was therefore limited, particularly in the Maharashtra and Nagpur region, where their organization was quite strong.
അപ്പോൾ എന്താണ് എല്ലാ ഗ്രൂപ്പ്സും ഈ സിവിൽ ഡിസൊബീഡിയൻസ് പങ്കെടുത്തില്ല. അതിൽ പ്രധാനപ്പെട്ട ഗ്രൂപ്പ്സ് ആയിരുന്നു അൺടച്ചബിൾസ്. 1930 തുടങ്ങി തന്നെ അവരെ സ്വയം ദളിത്സ് അല്ലെങ്കിൽ ഒപ്രസ്ഡ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കോൺഗ്രസും ദളിത്സിനെ ഇഗ്നോർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താണ് ഈ ഹൈ ക്ലാസ് ഹിന്ദുസ് അവരെ വിട്ട് പോകുമെന്നുള്ള പേടിയാണോ ഈ കോൺഗ്രസ് ദളിത്സിനെ ഇഗ്നോർ ചെയ്തത്. പക്ഷേ മഹാത്മാഗാന്ധി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇനി ഒരു 100 വർഷവും സ്വാതന്ത്ര്യം കിട്ടില്ല അൺടച്ചബിലിറ്റീസ് വാസ് നോട്ട് എലിമിനേറ്റഡ്. അതായത് സ്വന്തം രാജ്യം വേണമെങ്കിൽ എന്താണ് അൺടച്ചബിലിറ്റി ആദ്യം ഒഴിവാക്കണമെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു. അദ്ദേഹം അൺടച്ചബിൾസിനെ ഹരിജൻ എന്നാണ് വിളിച്ചത്, ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മക്കളെന്നാണ് വിളിച്ചത്. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ഒരുപാട് സത്യാഗ്രഹം നടത്തുന്നുണ്ടായിരുന്നു. ടെമ്പിൾസിനും പബ്ലിക് വിൽസിനും ടാങ്ക്സിലും റോഡ്സിനും സ്കൂൾസിലും ഒക്കെ അധികാരത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സത്യാഗ്രഹം ഗാന്ധി നടത്തി. അതുപോലെ തന്നെ സ്വയം ടോയ്ലറ്റ് ക്ലീൻ ചെയ്തു. അതായത് ഒരു സ്വീപ്പറിൻ്റെയൊക്കെ ജോലികൾ ഡിഗ്നിഫൈ ചെയ്യാൻ വേണ്ടിയാണ് അത് ചെയ്തത്. പിന്നെ അപ്പോഴേക്കും മിക്ക ദളിത് ലീഡേഴ്സ് എന്താണ് അവർ സ്വയം ഒരു പൊളിറ്റിക്കൽ സൊല്യൂഷൻ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു. അപ്പോൾ അതുവരെ ഇതൊക്കെ കാരണം, അതായത് ഈ പല ഒരു പൊളിറ്റിക്കൽ എംപവർമെൻറ്റ് ഇല്ലാത്ത കാരണം, അതുപോലെ തന്നെ ഇവർ ഒരുപാട് ആവശ്യങ്ങൾക്ക് അവരുണ്ടായിരുന്നു. അതായത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ റിസർവ് സീറ്റ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് കൗൺസിലും റിസർവ് സീറ്റ് വേണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ അവർക്കുണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ അവരെന്ത് ചെയ്തില്ല, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. അപ്പോൾ എന്താണ് ഈ പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലും നാഗ്പൂരിലൊക്കെ ഈ ഓർഗനൈസേഷൻ, ദളിത് ഓർഗനൈസേഷൻ വളരെ സ്ട്രോങ് ആയിരുന്നു. Dr. B.R. Ambedkar, who organized the Dalits into the Depressed Class Association in 1930, clashed with Mahatma Gandhi at the Second Roundtable Conference by demanding separate electorates for Dalits. When the British government conceded Ambedkar's demand, Gandhi began a fast unto death. He believed that separate electorates for Dalits would slow down the process of their integration into society. Ambedkar ultimately accepted Gandhi's position, and the result was the Pune Pact of September 1932. It gave the depressed class, later known as the scheduled caste, reserved seat in provisional and central legislative council, but they were to be voted in by general electorate. The Dalit movement, however, continued to be apprehensive of the Congress-led national movement. അപ്പോൾ എന്താണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഡിപ്രസ്ഡ് ക്ലാസ് അസോസിയേഷൻ 1930 എസ്റ്റാബ്ലിഷ് ചെയ്തു. മഹാത്മാഗാന്ധിയായിട്ട് സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഇദ്ദേഹം ക്ലാഷ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വാഗ്വാദത്തിൽ ഏർപ്പെടുന്നുണ്ട്. കാരണം അംബേദ്കറിൻ്റെ ഡിമാൻഡ് ബ്രിട്ടീഷ് ഗവൺമെൻറ് കൺസീഡ് ചെയ്ത അപ്പോൾ എന്താണ് ഗാന്ധി ഒരു മരണം വരെ നിരാഹാരത്തിന് തയ്യാറാവുകയാണ്. കാരണം അദ്ദേഹം വിചാരിച്ചെന്താണ് ഈ സെപ്പറേറ്റ് അല്ലെങ്കിൽ ദളിത്സിന് ഒരു സെപ്പറേറ്റ് ഇലക്ട്രൽ കൊളീജിയം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വന്നാൽ എന്താണ് ഈ സൊസൈറ്റിയുടെ ഇൻ്റഗ്രേഷൻ വളരെ സ്ലോ ഡൗൺ ആവും എന്ന് അദ്ദേഹം വിചാരിച്ചു. അതിനുശേഷം ഈ അംബേദ്കർ ഗാന്ധിയുടെ പൊസിഷൻ അല്ലെങ്കിൽ ഗാന്ധിയുടെ തീരുമാനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയാണ്. പൂന പാക്ട് സെപ്റ്റംബർ 1932 വഴി. അപ്പോൾ ഡിപ്രസ് ക്ലാസ്സിന്, ഇപ്പോഴത്തെ ഷെഡ്യൂൾ ക്ലാസ് എന്നറിയപ്പെടുന്ന ഡിപ്രസ് ക്ലാസ്സിന് പ്രത്യേക സീറ്റ്, റിസർവേഷൻ സീറ്റ് കൊടുക്കുന്നുണ്ട്, ലെജിസ്ലേറ്റീവ് കൗൺസിലൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അവരെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ആരാണ്? ജനറൽ ഇലക്ട്രേറ്റ് ആണ്, അല്ലെങ്കിൽ എല്ലാവരും ഉൾപ്പെടുന്ന ഇലക്ട്രേറ്റ് ആണ് വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത്. അപ്പോൾ ഈ ദളിത് മൂവ്മെൻറ്റ് കോൺഗ്രസ് ലീഡ് ചെയ്ത നാഷണൽ മൂവ്മെൻറ്റിലേക്ക് അടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി. സം ഓഫ് ദ മുസ്ലിം പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ വേർ ഓൾസോ lukewarm in their response to the civil disobedience movement. After the decline of the non-cooperation Khilafat movement, a large section of Muslims felt alienated from the Congress. From the mid-1920s, the Congress came to be more visually associated with openly Hindu religious nationalist groups like the Hindu Mahasabha. As relations between Hindu and Muslim worsened, each community organized religious processions with militant favor, provoking Hindu-Muslim communal clashes and riots in various cities. Every riot deepened the distance between the two communities. അങ്ങനെ ചില മുസ്ലിം ഓർഗനൈസേഷനും ഈ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിൽ നിന്നും അകന്നു നിന്നു. നോൺ കോർപ്പറേഷൻ ഖിലാഫത്ത് മൂവ്മെൻറ്റിൻ്റെ ഡിക്ലൈൻ കാരണം എന്താണ് ഒരു ലാർജ് സെക്ഷൻ ഓഫ് മുസ്ലിംസ് കോൺഗ്രസിൽ നിന്നും മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1920s കോൺഗ്രസ് എന്ന് പറയുന്ന ഒരുപാട് ഓപ്പൺലി ഹിന്ദു റിലീജിയസ് നാഷണലിസ്റ്റ് ഗ്രൂപ്പുമായിട്ട് അസോസിയേഷൻ ഉണ്ടായിരുന്നു, ഹിന്ദു മഹാസഭ പോലുള്ള. അപ്പോൾ ഇത് ഹിന്ദു മുസ്ലിം ഐക്യത അല്ലെങ്കിൽ റിലേഷൻ വേഴ്സൺ ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ പലയിടത്തും ഈ ഹിന്ദു മുസ്ലിം കമ്മ്യൂണൽ ക്ലാഷസ് ഉണ്ടായി, റയോട്ട്സ് ഉണ്ടായി. അപ്പോൾ ഈ റയോട്ട് കാരണം അവരുടെ ഡിസ്റ്റൻസ് എന്തായി, കൂടുതൽ ഡീപ്പൻഡായി. ദ കോൺഗ്രസ് ആൻഡ് ദ മുസ്ലിം ലീഗ് മേഡ് എഫോർട്സ് ടു negotiate an alliance, and in 1927 it appeared that such a unity could be forged. The important difference were over the question of representation in the future assemblies that were to be elected. Muhammad Ali Jinnah, one of the leaders of the Muslim League, was willing to give the demand for separate electorates if Muslims were assured reserved seats in the Central Assembly and representation in
portion of the population in the Muslim-dominated provinces, Bengal and Punjab. Negotiations over the question of representation continued, but all hopes of resolving the issue at all-party conference in 1928 disappeared when Mr. M.R. Jayakar of the Hindu Mahasabha strongly opposed efforts at compromise. അപ്പോൾ എന്താണ്, ഇപ്പോൾ കോൺഗ്രസും മുസ്ലിം ലീഗും കൂടെ 1927 ഈ റീനെഗോഷിയേഷന് ശ്രമിക്കുന്നുണ്ട്. അതായത് മുസ്ലിംസിനെ കൂടുതൽ കോൺഗ്രസിലേക്ക് അടുപ്പിക്കാനായിട്ട് മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗിൻ്റെ ലീഡേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ് വേണമെന്നൊക്കെ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അതായത് സെൻട്രൽ അസംബ്ലിയിലൊക്കെ പോപ്പുലേഷൻ അനുസൃതമായിട്ട് മുസ്ലിം ഡോമിനേറ്റഡ് പ്രോവിൻസിൽ സീറ്റ്സ് വേണമെന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഓൾ പാർട്ടി കോൺഫറൻസ് 1928 നടക്കുന്നുണ്ട്. പക്ഷേ അത് ഫലവത്താവുന്നില്ല. എം.ആർ. ജയകാറിൻ്റെ ഹിന്ദു മഹാസഭയുടെ നേതാവിൻ്റെ സ്ട്രോങ് ഓപ്പോസിഷൻ കാരണം അത് ഫലവത്താവുന്നില്ല. വെൻ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് സ്റ്റാർട്ടഡ് ദെയർ വാസ് ദസ് ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് സസ്പീഷൻ ആൻഡ് ഡിസ്ട്രസ് ബിറ്റ്വീൻ കമ്മ്യൂണിറ്റീസ് alienated from the Congress. A section of Muslims could not respond to the call for a united struggle. Many Muslim leaders and intellectuals expressed their concern about the status of Muslims as a minority within India. They feared that the culture and identity of minorities would be submerged under the domination of Hindu majority. അപ്പോൾ എന്താണ്, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിന് വേണ്ടിയുള്ള കോള് കേട്ടപ്പോൾ പലരും ഇതിന് അംഗീകരിച്ചില്ല, അല്ലെങ്കിൽ ഇതിൽ ഒപ്പം കൂടിയില്ല, യുണൈറ്റഡ് സ്ട്രൈക്കിനൊപ്പം കൂടിയില്ല. അവർ വിചാരിച്ചെന്താണ്, ഈ മുസ്ലിം ഒരു മൈനോറിറ്റി ആയിട്ട് ഇന്ത്യയിൽ തുടർന്ന് അവർ പേടിച്ചിരുന്നു. അതുപോലെ തന്നെ പിന്നെ കൾച്ചറും ഐഡൻറ്റിറ്റിയൊക്കെ ഈ മൈനോറിറ്റീസിൻ്റെ കൾച്ചറും ഐഡൻറ്റിറ്റിയൊക്കെ ഈ ഡോമിനേഷൻ അല്ലെങ്കിൽ സമ്മേർജ് ചെയ്യുമെന്ന്, ഡോമിനൻ്റായ ഹിന്ദു മെജോറിറ്റിയായിട്ട് സമ്മേർജ് ചെയ്യുമെന്നുള്ള പേടിയും അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവർ ഇതുമായിട്ട് ആദ്യ തുടക്കത്തിൽ പങ്കുചേരാൻ തയ്യാറാകാതിരുന്നത്. എ സെൻസ് ഓഫ് കളക്റ്റീവ് ബിലോങ്ങിങ്. Nationalism spreads when people begin to believe that they are all part of the same nations, when they discover some unity that binds them together. But how did the nation become a reality in the minds of people? How did people belonging to different communities, regions or language groups develop a sense of collective belonging? This sense of collective belonging came partially through the experience of united struggles, but there were also a variety of cultural process through which nationalism captured people's imagination. History and fiction, folklore and songs, popular prints and symbols all played a part in the making of nationalism. ഇപ്പോൾ നാഷണലിസം എന്ന് പറയുന്നത് എന്താണ്, ജനങ്ങളെല്ലാം ഒന്നിച്ചു കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഒരു കളക്റ്റീവ് ബിലോങ്ങിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു നേഷനാണെന്ന്, അല്ലെങ്കിൽ ഒരു നേഷൻ്റെ ജനങ്ങളാണെന്ന് തോന്നുന്ന ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ ഇത് നമുക്ക് പാർഷ്യലി നമുക്ക് ഈ ഒരു യുണൈറ്റഡ് സ്ട്രഗിൾസ് വഴി ഉണ്ടാകും. അല്ലാതെ എന്താണ്, പല കമ്മ്യൂണിറ്റിയിൽപ്പെട്ട അല്ലെങ്കിൽ പല റീജിയൻസിൽപ്പെട്ട അല്ലെങ്കിൽ പല ലാംഗ്വേജ് സംസാരിക്കുന്നവർ തമ്മിൽ ഒരു കളക്റ്റീവ് ബിലോങ്ങിങ് ഉണ്ടാകുമെന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇത് പാർഷ്യലി നമുക്ക് എന്താണ്, ഒരു യുണൈറ്റഡ് സ്ട്രഗിൾസ്, അതായത് നമ്മൾ ഒന്നിച്ച് കൊളോണിയലിസത്തിനെതിരെ സമരം ചെയ്ത വഴി നമുക്കൊരു നാഷണലിസ്റ്റിക് ഫീലിംഗ് ഉണ്ടായി. അതുപോലെ തന്നെ എന്താണ്, കൾച്ചറൽ പ്രോസസ്സ് വഴി നാഷണലിസ്റ്റിക് ഫീലിംഗ് ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹിസ്റ്ററി ആൻഡ് ഫിക്ഷൻ, ഫോക്ലോർ ആൻഡ് സോങ്സ്, പോപ്പുലർ പ്രിൻസ് ആൻഡ് സിമ്പിൾസ്, അങ്ങനെയൊക്കെ ഒരു സെൻസ് ഓഫ് നാഷണലിസം മേക്ക് ചെയ്യാൻ പറ്റും. The identity of the nation, as you know, is most often symbolized in a figure or image. This helps create an image with which people can identify the nation. It was in the 20th century, with the growth of nationalism, the identity of India came to be usually associated with the image of Bharat Mata. The image was first created by Bankim Chandra Chattopadhyay. In the 1870s, he wrote Vande Mataram as a hymen to the motherland. Later, it was included in his novel Ananthamat, and widely sung during the Swadeshi movement in Bengal. Moved by Swadeshi movement, Rabindranath Tagore painted his famous image of Bharat Mata. In the painting Bharat Mata, Bharat Mata is portrayed as an ascetic figure. She is calm, composed, divine and spiritual. In subsequent years, the image of Bharat Mata acquired many different forms as it circulated in popular prints and was painted by different artists. Devotion to this mother figure came to be seen as evidence of one's nationalism. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ നേഷൻ്റെ ഐഡൻറ്റിറ്റി എന്താണ്, ചിലപ്പോഴും ഒരു ഫിഗറിലേക്കോ ഇമേജിലേക്കോ ഒക്കെ സിംബലൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ നാഷണലിസത്തിൻ്റെ ഡെവലപ്മെൻറ്റ് കാരണം 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ ഇന്ത്യയെ ഭാരത് മാത എന്ന് പറയുന്ന ഇമേജുമായിട്ട് അസോസിയേറ്റഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ബങ്കിം ചന്ദ്ര ചത്തോപാധ്യായാണ്. അദ്ദേഹം 1870 വന്ദേ മാതരം എഴുതുന്നുണ്ട്. അത് എന്താണ്, മദർലാൻഡ് മാതൃഭൂമിക്ക് വേണ്ടിയാണ് എഴുതുന്നത്. അത് പിന്നീട് ആനന്ദമഠം എന്ന് പറയുന്ന നോവലിൽ അദ്ദേഹം ഉൾപ്പെടുത്തി. ഇത് സ്വദേശി മൂവ്മെൻറ്റ്, ബംഗാൾ സ്വദേശി മൂവ്മെൻറ്റിലൊക്കെ ഈ സോങ് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിനുശേഷം രവീന്ദ്രനാഥ് ടാഗോർ
തൻ്റെ ഫേമസ് ഇമേജായ ഭാരത് മാത വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇമേജിൽ ഭാരത് മാത അല്ലെങ്കിൽ ഈ പെയിൻറ്റിങ്ങിൽ ഭാരത് മാത എങ്ങനെയാണ് പോർട്രേറ്റ് ചെയ്യുന്നത്? ഒരു കാം, കമ്പോസ്, ഡിവൈൻ ആൻഡ് സ്പിരിച്വലായ ഒരു മദറായിട്ടാണ് പോർട്രേ ചെയ്യുന്നത്. അപ്പോൾ ഇത് പിന്നീട് ഒരുപാട് സർക്കുലേറ്റ് ചെയ്യപ്പെടുകയും പല ആർട്ടിസ്റ്റുകൾ ഇതിനെപ്പറ്റി വരയ്ക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇത് ഡിവോഷൻ ടു ദിസ് മദർ ഫിഗർ കെയിം ടു ബി സീൻ ആസ് എവിഡൻസ് ഓഫ് വൺ നേഷൻസ്. ഒരാളുടെ നേഷൻസ് സംബന്ധിച്ച് ഈ ഒരു മദർ ഫിഗറിനോടുള്ള ഡിവോഷൻ ഒരു എവിഡൻസ് ആയിട്ട് വന്നു. Ideas of nationalism also developed through a movement to revive Indian folklore. In the late 19th century, India nationalists began recording folk tales sung by bards, and they toured villages to gather folklore and folk songs and legends. These tales, they believed, gave a true picture of traditional culture that had been corrupted and damaged by outside forces. It was essential to prevent this folk tradition in order to discover one's national identity and restore the sense of pride in one's past. In Bengal, Rabindranath Tagore himself began collecting ballads, nursery rhymes and myths, and led movement for folk revival. In Madras, Natesha Shastri published a massive 4-volume collection of Tamil folklore, the folklore of southern India. He believed that folklore was national literature. It was the most trustworthy manifestation of people's real thoughts and characteristics. അപ്പോൾ അടുത്ത നമ്മളെന്താണ് ഇന്ത്യൻ ഫോക്ലോറിൻ്റെ റിവൈവലാണ് കാണാൻ പോകുന്നത്. 19th സെഞ്ചുറിയിലൊക്കെ ലേറ്റ് 19th സെഞ്ചുറിയിലൊക്കെ ഫോക്ലോറിൻ്റെ കളക്ഷനൊക്കെ കാണാൻ പറ്റി, അല്ലെങ്കിൽ ഫോക്ക് സോങ്സ്, ലെജൻസിനെയൊക്കെ വില്ലേജസ് നിന്നൊക്കെ കളക്ട് ചെയ്തു. അപ്പോൾ ഇത് ഒരു ട്രഡീഷണൽ കൾച്ചറിൻ്റെയൊക്കെ ഒരു ട്രൂ ഇമേജ് നൽകുന്നതായിരുന്നു. രവീന്ദ്രനാഥ് തന്നെ ബംഗാളിലെ ബലാഡ്സും നഴ്സറി റൈംസും മിത്സും എല്ലാം കളക്ട് ചെയ്തു. സദേൺ ഇന്ത്യയിൽ അല്ലെങ്കിൽ മദ്രാസിൽ നടേശ ശാസ്ത്രി എന്ത് ചെയ്യുന്നു, ഒരു 4 വോളിയമുള്ള ഒരു മാസീവ് ബുക്ക് തന്നെ തമിഴ് ഫോക്ലോറിനെ കളക്ട് ചെയ്യുന്നു, പബ്ലിഷ് ചെയ്യുന്നുണ്ട്, ദ ഫോക്ലോർ ഓഫ് സദേൺ ഇന്ത്യ എന്നും പറഞ്ഞ്. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചെന്താണ്, ഫോക്ലോർ എന്ന് പറയുന്ന ഒരു നാഷണൽ ലിറ്ററേച്ചറാണ്, അല്ലെങ്കിൽ അതാണ് ഏറ്റവും ട്രസ്റ്റ് വർത്തിയായ, അല്ലെങ്കിൽ പീപ്പിളിൻ്റെ റിയൽ തോട്ട്സും ക്യാരക്ടേഴ്സും ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ഏറ്റവും ട്രസ്റ്റ് വർത്തിയായ ഒന്നാണ് എന്താണ് ഫോക്ലോർ എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. As the national movement developed, nationalist leaders became more and more aware of such icons and symbols in unifying people and inspiring in them a feeling of nationalism. During Swadeshi movement in Bengal, a tricolor flag, red, green and yellow, was designed. It had 8 lotus representing 8 provinces of British India and a crescent moon representing Hindu and Muslim. By 1921, Gandhiji had designed a Swaraj flag. It was again tricolor, red, green and white, and had spinning wheel in the center representing Gandhian ideal of self-help. Carrying the flag, holding an aloft during marches became a symbol of defiance. അപ്പോൾ എന്താണ് നാഷണൽ മൂവ്മെൻറ്റ് ഡെവലപ്പായി വരുന്ന വഴി നാഷണലിസ്റ്റ് ലീഡേഴ്സ് ഇങ്ങനെയുള്ള ഐക്കോൺസിൻ്റെ സിമ്പിൾസിൻ്റെയൊക്കെ ജനങ്ങളെ യൂണിഫൈ ചെയ്യുമെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ നാഷണലിസ്റ്റ് എന്ന് പറയുന്ന ഫീലിംഗ് രൂപപ്പെടുത്തുമെന്ന് അദ്ദേഹം അവരൊക്കെ മനസ്സിലാക്കി. സ്വദേശി മൂവ്മെൻറ്റ് സമയത്ത് ഒരു ട്രൈക്കളർ ഫ്ലാഗ്, റെഡ്, ഗ്രീൻ, യെല്ലോ ഫ്ലാഗ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് 8 ലോട്ടസ് ഉണ്ടായിരുന്നു, 8 പ്രൊവിൻസ്, ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രൊവിൻസ് കാണിക്കാൻ വേണ്ടി 8 ലോട്ടസും അതുപോലെ തന്നെ ക്രസൻ മൂൺ, ഹിന്ദു മുസ്ലിമിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ക്രസൻ മൂൺ ഉണ്ടായിരുന്നു. 1921 ഗാന്ധിജി ഒരു സ്വരാജ് ഫ്ലാഗ് ഡിസൈൻ ചെയ്യുന്നുണ്ട്, അതും ട്രൈ കളറായിരുന്നു, റെഡ്, ഗ്രീൻ ആൻഡ് വൈറ്റ്. അപ്പോൾ നടുക്ക് ഒരു സ്പിന്നിങ് വീൽ ചർക്കയും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഗാന്ധിയൻ ഐഡിയ ആയിരുന്നു, സെൽഫ് ഹെൽപ്പിന് വേണ്ടിയുള്ള ഗാന്ധിയൻ ഐഡിയയിലായിരുന്നു അത്. അപ്പോൾ ഈ ഫ്ലാഗ് മേന്തി ഒരുപാട് പേര് ഈ മാർച്ചസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ഒരു ഡിഫിയൻസിൻ്റെ ഒരു സിമ്പിളായിട്ട് മാറി. Another means of creating a feeling of nationalism was through reinterpretation of history. By the end of the 19th century, many Indians began feeling that to instill a sense of pride in the nation, Indian history had to be thought about differentially. The British saw Indians as backwards and primitive, incapable of governing themselves. In response, Indians began looking into the past and discovered India's great achievements. They wrote about the glorious developments in ancient times when art and architecture, science and mathematics, religion and culture, law and philosophy, crafts and trade had flourished. This glorious time, in their view, was followed by a history of decline when India was colonized. These nationalist histories urged the readers to take pride in India's great achievements in the past and struggle to change the miserable condition of life under British rule. ഇപ്പോൾ നാഷണലിസത്തിൻ്റെ ഭാഗമായിട്ട് ഹിസ്റ്ററി റീഇൻറ്റർപ്രറ്റ് ചെയ്യാൻ തുടങ്ങി. 19ാം നൂറ്റാണ്ടിലൊക്കെ ഒരു സെൻസ് ഓഫ് പ്രൈഡ്, ഹിസ്റ്ററി വഴി ഒരു സെൻസ് ഓഫ് പ്രൈഡ് ഇന്ത്യക്ക് നേടിക്കൊടുക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷ് എന്താണ് ഇന്ത്യ കണ്ടത്? ഒരു ബാക്ക്വേർഡ് ആൻഡ് പ്രിമിറ്റീവ് ആയിട്ടാണ് കണ്ടത്. സ്വയം ഭരിക്കാൻ കഴിവില്ലാത്ത ഒരു ബാക്ക്വേർഡ് പ്രിമിറ്റീവ് കമ്മ്യൂണിറ്റി ആയിട്ടാണ് ഇന്ത്യൻസിനെ കണ്ടത്. അപ്പോൾ തിരിച്ച് റെസ്പോൺസ് ആയിട്ട് ഇന്ത്യ എന്ത് ചെയ്തു? ഇന്ത്യയുടെ ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെൻറ്റ്സ് ഒക്കെ
എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. അതായത് ആൻഷ്യൻ ടൈംസിലൊക്കെ ആർട്ടും ആർക്കിടെക്ചറും സയൻസും മാത്സും റിലീജിയനും കൾച്ചറും ലോയും ഫിലോസഫിയും ക്രാഫ്റ്റ്സും ട്രേഡും എല്ലാം ഫ്ലറിഷ് ചെയ്ത കാലത്തെ പറ്റി പറഞ്ഞു. ഈ ഗ്ലോറിയസ് ടൈം പിന്നീടൊരു ഡിക്ലൈൻ ടൈമിലൂടെ കടന്നുപോയി. അതാണ് കൊളനൈസേഷൻ എന്നൊക്കെ ഹിസ്റ്ററി അവർ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഒരു പ്രൈഡ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിച്ചു. ദീസ് എഫേർട്സ് ടു യൂണിഫൈ people were not without problems. When the past being glorified was Hindu, when the images celebrated were drawn from Hindu iconography, the people of other communities felt left out. അപ്പോൾ എന്താണ് ഇതൊക്കെ യൂണിഫൈ ചെയ്യുന്നുണ്ടെങ്കിലും അതിന് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹിന്ദു പാസ്റ്റാണ് ഗ്ലോറിഫൈ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ എന്താണ് ഹിന്ദു ഐക്കണോഗ്രഫിയാണ് എടുക്കുന്നതെങ്കിൽ അപ്പോൾ ബാക്കിയുള്ള കമ്മ്യൂണിറ്റീസിലേക്കുള്ള ആൾക്കാർക്ക് അതൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കി. A growing anger against the colonial government was thus bringing together various groups and classes of Indians into the common struggle for freedom. In the first half of the 20th century, the Congress under the leadership of Mahatma Gandhi tried to channel people's grievance into organized movements for independence. Through such movements, the nationalists tried to forge a national unity. But as we have seen, diverse groups and classes participated in these movements with varied aspirations and expectations. As their grievance were wide range people from colonial rule also meant different things to different people. The Congress continuously attempted to resolve difference and ensure that the demands of one group did not alienate other. This precisely why the unity within the movement often broke down. The high points of Congress activity and nationalist unity were followed by phases of disunity and inner conflict between groups. In other words, what was emerging was a nation with many voices wanting freedom from colonial rule. അപ്പോൾ എന്താണ് അപ്പോൾ ഈ കൊളോണിയൽ ഗവൺമെൻറ്റിനെതിരെ ഒരു ദേഷ്യം ഇന്ത്യക്കാർക്കിടയിലുണ്ടായിരുന്നു. അപ്പോൾ അത് ആണ് ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത്. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് എന്താണ് ഇതൊക്കെ ഓർഗനൈസ് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പലയിടത്തും ഇതിനെതിരെ, അതായത് കൊളോണിയൽ റൂളിനെതിരെയാണ് നടക്കുന്നതെങ്കിലും ഈ ഒരു ഗ്രൂപ്പിനെ സംതൃപ്തിപ്പെടുത്താനായിട്ട് മറ്റേ ഗ്രൂപ്പിനെ എലിയനേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇത് എന്ന് പറയുന്ന ഒരു നേഷനിൽ തന്നെ ഒരുപാട് വോയിസസ് ചേർന്ന് ഒരു കൊളോണിയൽ റൂളിനെതിരെ ഒരുമിച്ച് ഫൈറ്റ് ചെയ്തതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. താങ്ക് യു.